കണ്ണിണയ ഹായ് മൈലാഞ്ചി കൈവിരല മഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ ഈണങ്ങൾ നെയ്തൊരു പട്ടുറുമാ തങ്കക്കിനാവുകളാ ഇഷൽ സംഗീതത്തിന്റെ നവ്യാനുഭവങ്ങളുടെ അതുല്യ വേദിയാണ് പട്ടുറുമാലിന്റെ ഈ പാട്ടുകൊട്ടാരം. പ്രേക്ഷകർക്ക് വേറിട്ട അനുഭവങ്ങൾ പകർന്നു നൽകുന്ന ഈ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മലബാർ TMT പട്ടുറുമാൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബാർ TMT, സെലിബ്രേറ്റഡ് ബൈ ഗേറ്റ്വേ ബ്യൂമോൺസ് ഹെയർ ഫിക്സിംഗ്. പട്ടുറുമാലിലെ പാട്ടുകാർക്ക് വേണ്ടിയിട്ട് സമയവും സപ്പോർട്ടും നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ജിഷ നവീൻ, ഫിറോസ് ബാബു, മലയാളികളുടെ പ്രിയപ്പെട്ട ശബ്ദമായി മാറിയ നജീം അർഷാദ്, പട്ടുറുമാലിന്റെ സ്വന്തം ഓർക്കസ്ട്ര ചീഫ് പട്ടുറുമാലിന്റെ സ്വന്തം റൗണ്ടായ ഉമ്മൽ മെഹബൂബ റൗണ്ടിലേക്ക് എത്തുന്നു ശ്യാംലാൽ. എല്ലാ പ്രാവശ്യവും ഞാൻ ശ്യാംലാലിനെ കാണുമ്പോൾ ടോൾ, ഡാർക്ക് ആൻഡ് ഹാൻസം എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് നല്ല മനരക്കുട്ടറായിട്ട് വന്നിട്ടുണ്ടല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോ അമ്മയുടെ പേരെന്താണ്? അമ്മയുടെ പേര് ലത. ലത. എന്താണ് ലത അമ്മ ഇതുവരെ വരാൻ ഇങ്ങോട്ട്? ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ടുള്ളൊരു ബുദ്ധിമുട്ടല്ലേ? ടിവിയിലൊക്കെ കാണാറില്ലേ? പിന്നെന്താ ശ്യാംലാലിന്റെ പെർഫോമൻസ്. അപ്പൊ വീട്ടിൽ വന്നിട്ട് പറയോ, മോനെ നീ അങ്ങനെ പാടിയോ ശരിയായില്ല, അല്ലെങ്കിൽ ഇത് ശരിയായില്ല എന്നൊക്കെ പറയാറുണ്ട്? പറഞ്ഞൊക്കെ കൊടുക്കും. അമ്മ പാടുവോ? സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത്, സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് പാടുമായിരുന്നു. ശ്യാംലാല് വീട്ടിലെങ്ങനെയാ? നല്ല കുട്ടിയാണോ? പിന്നെന്താ, തീർച്ചയായിട്ടും നല്ല കുട്ടിയാണ്. അങ്ങനെ പറയാൻ പറ്റത്തില്ല, എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെ പറയുന്നത്. ഒരു ചെറിയ കുട്ടിയായിരുന്നെന്ന് നല്ല വികൃതിയായിരുന്നു. പക്ഷെ ഒരു കുറച്ചൊക്കെ ആയപ്പോഴത്തേക്കും നല്ല പക്വത ഉള്ള നല്ലൊരു മോനെ, നല്ല കുട്ടിയായി. പക്ഷെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി നാളത്തേക്ക് എന്താ ദൈവം കാണിക്കാന്നറിയില്ല. നല്ല കുട്ടിയാ, ഇവിടെ നല്ല കുട്ടിയാ. അപ്പൊ പിന്നെ നാളെ നല്ല കുട്ടിയായിരിക്കും. ഇനി ശ്യാംലാലിന് അമ്മയോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങള് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശ്യാംലാലിന്റെ ഖൽബിൽ നിന്ന് അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കേൾക്കാം. ആദ്യമായി എൻ്റെ അമ്മയ്ക്ക് നമസ്കാരം. എൻ്റെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടം നിറഞ്ഞ ഒരു മുഖമാണ് ഞാൻ കാണുന്നത്. അമ്മ ഇങ്ങനെ സങ്കടപ്പെടാനുള്ള കാരണം ഇതാണ്. എനിക്ക് ഈയിടെയായിട്ട് ഒരു ബൈക്ക് ആക്സിഡൻറ്റ് പറ്റി. അതിൽ എൻ്റെ മുട്ടിൻ്റെ കീപ്പട്ട് സ്റ്റീലിട്ടിരിക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്. അമ്മ വിളമ്പി വെച്ച ഭക്ഷണം കണ്ടിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ആ ഒരു ധൃതിയിൽ വീട് വിട്ടി ഇറങ്ങിയത്. അപ്പോൾ ബൈക്കിൽ പോയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ബൈക്ക് ഒരു ഓട്ടോയിൽ വന്ന് ഇടിക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം ഞാൻ 6 മാസം ബെഡ് റെസ്റ്റിലായിരുന്നു. അമ്മയ്ക്ക് അതിനുശേഷം ഭയങ്കര സങ്കടമായിരുന്നു. എനിക്കിങ്ങനെ ഒരു ഷോയിൽ പാടാൻ കഴിയും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷെ എൻ്റെ പാട്ടിനോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആ സ്നേഹവും അമ്മയുടെ പ്രാർത്ഥനയും എല്ലാം കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ പട്ടുറുമാൽ എന്ന ഈ വേദിയിൽ നിൽക്കാൻ തന്നെ കാരണം. ഇടയ്ക്ക് എൻ്റെ അമ്മ അടുത്ത് വന്നിട്ട് എന്നോട് എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, എൻ്റെ കുട്ടിക്ക് ഇനി
പഴയതുപോലെ ഓടിച്ചാടി നടക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ കാര്യം ഓർത്തിട്ടാണ്, ഈ ഒരു സംഭവം ഓർത്തിട്ടാണ് അമ്മ എപ്പോഴും സങ്കടപ്പെടാറുള്ളത്. എൻ്റെ അമ്മയുടെ കരളുരുകിയുള്ള ആ പ്രാർത്ഥനയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. അമ്മയുടെ ആ പ്രാർത്ഥനേൻ്റെ ഫലം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ പൊന്നമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ട് സമർപ്പിക്കുന്നു. അൽ ജന്നത്തു തഹ്താ ഖദാമിൻ ഉമ്മഹാത് ഉമ്മയാണിയെന്നുമെൻ്റെ ഉറ്റ സഹായി, ഉലകിലില്ല മറ്റൊരാളും നിത്യ കൂട്ടായി. ഉമ്മയാണിയെന്നുമെൻ്റെ ഉറ്റ സഹായി, ഉലകിലില്ല മറ്റൊരാളും നിത്യ കൂട്ടായി. അൻപതേറെ പകർന്നേകി പുണ്യമതിയായി, അൻപതേറെ പകർന്നേകി പുണ്യമതിയായി. അമ്മിഞ്ഞ നുകർന്നോ ഞാൻ സ്നേഹമധുവായി. ഉമ്മയാടിയെന്നുമെൻ്റെ ഉറ്റ സഹായി, ഉലകിലില്ല മറ്റൊരാളും നിത്യ കൂട്ടായി.
തേടി പദവി നേടാൻ എന്നു കൊതിക്കും അകമൊരുകി നന്മയ്ക്ക് ദുആയിരക്കും സ്വന്തം ദുഃഖം മറച്ചു വച്ച് പുഞ്ചിരി തൂകും സ്വന്തം ദുഃഖം മറച്ചു വച്ച് പുഞ്ചിരി തൂകും സാന്ത്വനത്തിൻ തണലു നൽകി നിർഭയമേകും ഉമ്മയാടിയെന്നുമെന്നെ ഒറ്റ സഹായി ഉലകിലില്ല മറ്റൊരാളും നിത്യ കൂട്ടായി അൻപതേറെ പകർന്നേകി പുണ്യമതിയായി അൻപതേറെ പകർന്നേകി പുണ്യമതിയായി അമ്മ നുകർന്നു സ്നേഹമതുവായി ഉമ്മയാടിയെന്നുമെന്റെ ഉറ്റ സഹായി ഉലകിലില്ല മറ്റൊരാളും നിത്യ കൂട്ടായി ശ്യാംലാലേ, തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ശ്യാംലാൽ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. പാട്ട് എന്ത് രസമായിട്ടാ പാടിയത്. അമ്മ കരഞ്ഞല്ലേ? അമ്മയ്ക്ക് പാട്ട് ഇഷ്ടായോ? ഇഷ്ടായി. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ പാട്ട് ഒത്തിരി ഇഷ്ടമായി. ശ്യാംലാൽ എന്തെന്നാ കരയുന്നേ? ശ്യാംലാൽ നേരത്തെ പറഞ്ഞിരുന്നു കാലിന് പ്രശ്നം വന്നു, സ്റ്റീലിട്ടു. ഇപ്പൊ നിൽക്കുമോ എന്ന് തന്നെ അറിയത്തില്ലായിരുന്നു. പക്ഷെ എന്ത് രസമായിട്ടാ പാടുന്നത്. ഇവിടെ നിന്ന് പാടുന്നു എന്ന് മാത്രമല്ല, ഇനിയിപ്പോ ലോകം മുഴുവൻ നടന്നു പാടും അല്ലേ? ഇല്ലേ? അവളെല്ലായിടത്തും പോയി പാടും. അപ്പോ ശ്യാംലാൽ ഇനി കരയരുത്. പറഞ്ഞാൽ നമ്മൾ ജഡ്ജ്മെന്റിലോട്ട് പോകത്തില്ല. അമ്മ വന്ന സന്തോഷം സങ്കടം കൂടി ഒക്കെ കൂടി അങ്ങനെ ആയിപ്പോയത് അല്ലേ? ഓക്കെ, കൂടുതൽ സന്തോഷമാണ് അമ്മയുടെ മുമ്പിൽ പാടാൻ പറ്റിയതില്ലേ? അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ശ്യാംലാലിന്റെ ജഡ്ജ്മെന്റിലേക്ക് പോവാം. നജീമിക്ക, ഈ റൗണ്ട് എന്ന് പറഞ്ഞാല് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു റൗണ്ടല്ല. ഒട്ടും കൺട്രോൾ കിട്ടില്ല. പാടുന്ന ആൾക്കും അതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കും ഒരു എന്താണ് കൈവിട്ടു പോകുന്ന ഒരു റൗണ്ടാണിത്. പ്രത്യേകിച്ച് അമ്മയെ കുറിച്ച് പാടുമ്പോൾ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ഇമോഷണൽ ആയി പോകുന്നൊരു സംഭവമാണ്. അപ്പോൾ പിന്നെ ഈ രാഗം ദർബാരി കാനഡ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു രാഗമാണ്. കുറേ പാട്ടുകൾ വന്നിട്ടുണ്ട് ഈ രാഗത്തില്. ഓ ദുനിയാ കേ രഖവാലേ സുൻ ദർദ് ഭരെ മേരെ നാലേ സുൻ ദർദ് ഭരെ മേരെ നാലേ. അങ്ങനെ കുറേ പാട്ടുകൾ. ആയിരം പാദസരങ്ങൾ കേളുങ്ങി. അങ്ങനെ ഇതൊക്കെ എല്ലാം ദുഃഖം ഇങ്ങനെ വരുന്ന ഒരു രാഗമാണിത്. അപ്പം എന്തായാലും നന്നായിട്ട് തന്നെ ശ്യാംലാൽ പാടിയിട്ടുണ്ട്. മനസ്സിൽ ഉൾക്കൊണ്ട് തന്നെ അതിൻ്റെ മാക്സിമം ശ്യാംലാലിന് പറ്റുന്ന രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ പാട്ടിൽ കുറച്ച് പാട്ടിൻ്റെ എടുക്കുവാണെങ്കിൽ ആ വിരുത്തമൊക്കെ കുറച്ചൊന്ന് കൈവിട്ടു പോയി ആ പാടുന്ന ഒരു സമയത്ത്. പിന്നെ ഉമ്മയാണെന്ന് പറഞ്ഞാൽ കുറച്ച് സംഗതികളൊക്കെ കുറച്ച് സ്ലിപ്പായി പോയി. എപ്പോഴും ആദ്യത്തെ ഇപ്പം റിപ്പീറ്റ് ചെയ്യുമല്ലോ ഒരു വരി തന്നെ 2 തവണ. രണ്ടാമത്തെ സെക്കൻഡ് ടൈമിലെല്ലാം ഓക്കെയാണ്. ഫസ്റ്റ് ടൈം ഇങ്ങനെ പാടുന്ന സമയത്ത് ഇങ്ങനെ ഇടർച്ച ഒരു ഉണ്ടായിരുന്നു. ബാക്കി പിന്നെ ടോപ്പ് റേഞ്ച് താഴെ വരുമ്പം
പല്ലവി മൊത്തം താഴെയാണല്ലോ, താഴത്തെ റേഞ്ച്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ടോപ്പിലാണെന്ന് എനിക്ക് തോന്നുന്നു ശ്യാംലാലിന് കൂടുതലും ടോപ്പിലാണ് കൂടുതൽ നന്നായിട്ട് പാടാൻ പറ്റുന്നത്. സുഖമായിട്ട് പറ്റുമല്ലേ? അപ്പോൾ അത് നന്നായിട്ട് വന്നിട്ട് ആ ടോണൊക്കെ നന്നായിട്ട് പാടാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അമ്മ പാട്ട് പാടുന്നു പറഞ്ഞല്ലോ, ജസ്റ്റ് ഒന്ന് കേട്ടാൽ കൊള്ളാമുണ്ട്. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം വിതുരയാം രാധയെ പോലെ എനിക്കെന്നിട്ടും വിലപിക്കാൻ മാത്രമാണ് യോഗം. ആഷാഢമാസം ആത്മാവിൻ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം. താങ്ക് യു നജീം ക. ഫിറോസ് ക, ഈ എപ്പിസോഡിന്റെ തുടക്കം എന്ന നിലയിൽ ഭയങ്കര എനർജി തന്നു. എനർജി എന്ന് പറയുമ്പോൾ അത് സന്തോഷത്തിലൂടെ മാത്രമല്ല എനർജി കിട്ടുന്നത്, അല്ലേ? വരികൾ നല്ല വരികളായാൽ, രാഗത്തിന് നമ്മളെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ, ആലാപനത്തിന് നമ്മളെ ഒന്ന് പിടിച്ചുലക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് എനർജി എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ മോന് നല്ല വരികൾ ഗംഭീരമായിട്ട് പാടി കേട്ടോ. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നല്ലൊരു പാട്ട് തന്നു എന്നുള്ളതിൽ ശ്യാംലാലിന് ഒരുപാട് അഭിമാനിക്കാം. താങ്ക് യു ഫിറോസ് ക. ജിഷി ചേച്ചി, ഒരു മിക്സ്ഡ് ഫീലിംഗാണ്. എന്തൊക്കെയോ പറയണമെന്നുണ്ട്, എനിക്കങ്ങനെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ കിട്ടണില്ല പറയാൻ. കാരണം ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്ന ഒരു അമ്മയും ഒരു മേമയാണ് ശ്യാംലാലിൻ്റെ വീട്ടിൽ നിന്ന്, ഞങ്ങൾ രണ്ടുപേരും. അപ്പം എനിക്ക് അപ്പം അറിയത്തില്ല ശ്യാംലാലിൻ്റെ പേരൻസ് ആണ് അറിയത്തില്ല. മേമ എന്ന് പറയുന്നത് ഇവിടെ അങ്ങ് പൊട്ടിത്തെറിച്ച് നടക്കുവാണ്. ഫോട്ടോ എടുക്കുന്നു, എൻ്റെ അടുത്ത് വന്ന് വർത്താനം പറയണു കുറേ. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ആരാണോ, എനിക്ക് അറിയില്ല, നമ്മളറിയില്ല വരണ മോശമല്ലേ. ഇന്നാണ് ഞാൻ അറിയണത് അമ്മയാണ്, ശ്യാംലാലിൻ്റെ അമ്മയും മേമയാണ്. അപ്പം ഇതങ്ങ് തുടങ്ങാൻ നേരത്ത്, പാട്ടങ്ങ് തുടങ്ങാൻ നേരത്ത് അമ്മ ഇവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ലോകത്ത് നമുക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മയല്ലാണ്ട് ആരാ പ്രാർത്ഥിക്കുക? മേമ, ഞാൻ അത്രയും ബബ്ലി ആയിട്ട് കണ്ട മേമ കുറെ കഴിഞ്ഞപ്പോൾ ഇരുന്ന് പൊട്ടിക്കരയാണ്. അപ്പൊ എനിക്കങ്ങ് ഒരാളുടെ ആ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, ഒരു അത്രയും പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൻറ്റി, പിന്നെ എനിക്ക് ചേച്ചിയാണ് കേട്ടോ ശ്യാംലാലിന് ആൻറ്റി, അങ്ങ് ഒത്തിരി ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ട് അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം മനസ്സിലായൊരു കാര്യം, ദേ ഓൾ ലവ് യു സോ മച്ച് ആൻഡ് ശ്യാമൽ, വി ടു ലവ് യു സോ മച്ച്. ഞങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് മോനെ. എനിക്ക് ഇഷ്ടമായോ പാട്ടൊക്കെ? ഓ, നല്ല ഇഷ്ടമായി എനിക്ക് ആ സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. അവൻ്റെ ആക്സിഡന്റ് സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലായിരുന്നു. അന്ന് രാത്രിയിലാണ് ഇവന് ആക്സിഡന്റ് പറ്റിയെന്ന് ഫോൺ വന്നത്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഹസ്ബൻഡിനൊക്കെ അസുഖം കുറച്ചതായപ്പോൾ ഞാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ ചെറുപ്പം തൊട്ടിട്ട് തന്നെ ഞാൻ അവൻ്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നു. ശ്യാംലാലിൻ്റെ പാട്ടിലൊക്കെ അവൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും. ഒരു ഗാനമേള പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞാൻ അവൻ്റെ കൂടെ, മിക്ക പ്രോഗ്രാമുകളിലും ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാവും. അവൻ്റെ കൂടെ ട്രൂപ്പിലൊക്കെ ചില ട്രൂപ്പിലൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോ അമ്മയ്ക്ക് എന്തോ പറയണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ണിയെന്നാ വിളിക്കുക. എൻ്റെ 3 മക്കളേൽ ഇളയ മോനാണിത്. സ്കൂളിൽ 7ാം ക്ലാസ് വരെ ഞാൻ റേഡിയോന്നൊക്കെ പാട്ട് എഴുതിയെടുത്തിട്ടായിരുന്നു ഞാൻ അവനെ പഠിപ്പിച്ചിരുന്നത്. ഒരു 5ാം ക്ലാസ് LKG UKG മുതൽ 4ാം ക്ലാസ് വരെയൊക്കെ. പിന്നെ അവിടുന്ന് എല്ലാം ടീച്ചേഴ്സ് അവന് നല്ല ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീടാണ് അവിടുന്ന് 12ാം ക്ലാസ് വരെ ഹൈസ്കൂൾ ക്ലാസ്സിൽ നിന്നും ഒക്കെ പിന്നെ അധ്യാപകർ തന്നെയായിരുന്നു എല്ലാ കാര്യത്തിനും. അന്നൊന്നും TV ടേപ്പ് റെക്കോർഡ് പോലും ഇല്ലാത്ത സമയമായിരുന്നു. അപ്പോൾ ഓരോ ആഴ്ചയിലും വരുന്ന ഈ 2 വരി പാട്ട് ഞാൻ എഴുതിയെടുത്തിട്ടായിരുന്നു ഇവന് ലളിതഗാനമൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നത്. പിന്നെ പ്രോഗ്രാമിനൊക്കെ പോകാൻ തുടങ്ങിയത് 12ാം ക്ലാസ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ്. അതിലിടയ്ക്ക് അച്ഛനെ സഹായിക്കാൻ പോവും, ഗാനമേളയ്ക്ക് ഇങ്ങനെ പാടാൻ പോവും. ആ സമയത്തായിരുന്നു ആക്സിഡൻ്റ് ഉണ്ടായത്. ഞങ്ങളൊക്കെ ചെല്ലുന്ന സമയത്ത്, വിളിക്കുന്ന സമയത്ത് ആംബുലൻസിൻ്റെ ഒരു സൗണ്ട് മാത്രം കേൾക്കുകയായിരുന്നു. വീട്ടിലായിരുന്നു ഞാൻ. കുറച്ച് കഴിഞ്ഞ് സാഹചര്യങ്ങളല്ല സാർ, എല്ലാത്തിനും പ്രശ്നങ്ങൾ. ജോലിക്ക് പോവുമായിരുന്നു ഞാൻ. അമ്മ എങ്ങോട്ടും പോണ്ടാ പറഞ്ഞിട്ട് എന്നെ വീട്ടിലിരുത്തിയ മോനാണ്. 3 വലിയ ആളുണ്ട്, അവർ പാവാണ്.
പിന്നെ മോളെ, ഇത് ഇളയ മോനെ. പക്ഷെ ഇപ്പൊ വലുതായി ഇവര് പ്രത്യേക സ്വഭാവമായിരുന്നു. അങ്ങനെ ഒന്നിനും ആരോടും എതിർക്കാൻ ഒന്നിനും പോവില്ല, വീട്ടിലും തന്നെ. പിന്നെ ആക്സിഡന്റ് ആയ സമയത്ത് കാലൊക്കെ ഇങ്ങനെ തിരിഞ്ഞു കിടക്കുക. മുട്ടിന്റെ താഴെ കമ്പി മാത്രല്ല, ഈ നട്ടലിന്റെ താഴെ മുഴുവൻ എടുക്കാത്ത കുറെ എന്താ പറയാ, ആ ഡോക്ടേഴ്സിനോടൊക്കെ വളരെ നന്ദിയുണ്ട്. പാട്ടിന്റെ ലോകത്തുനിന്ന് മാത്രം തിരിച്ചു കിട്ടിയതാണ് എനിക്ക് എൻ്റെ മോനെ. നന്ദിയുണ്ട്, അനുഗ്രഹം എല്ലാതും എൻ്റെ മോനെ. ഇനി എല്ലാവർക്കും എൻ്റെ മോനെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും, സാറിനോട് എല്ലാവർക്കും എനിക്ക് തീർത്താ അത്രയും കടപ്പാടുണ്ട്. അപ്പൊ അമ്മ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും കൂടി ഉണ്ട്. ഇത് ശ്യാംലാൽ സ്പെഷ്യലായിട്ട് അമ്മയ്ക്ക് വേണ്ടി മാത്രമായിട്ട് എടുത്തു വെച്ചിരുന്ന. എൻ്റെ അമ്മയ്ക്ക് ഞാൻ എൻ്റെ സ്നേഹ സമ്മാനമായിട്ട് എൻ്റെ അമ്മയുടെ ഒരു ചിത്രം ഞാൻ സ്വന്തമായിട്ട് വരച്ചിട്ടുണ്ട്. എനിക്ക് കഴിയുന്നത് പോലെ ഞാൻ വരച്ച ഒരു ചിത്രമാണ്. അത് ഞാൻ അമ്മയ്ക്ക് സമ്മാനമായിട്ട് നൽകുകയാണ്. ഇനി ശ്യാംലാലിന്റെ ഗിഫ്റ്റ് വേണ്ടേ? മാർക്സ് വേണ്ടേ? മാർക്സിലേക്ക് പോവാം. നജീമിക്ക 27. ഫിറോസ്ക്ക ശ്യാംലാലിന് എൻ്റെ മാർക്ക് 40-ൽ 38. ജിഷി ചേച്ചി 28. ശ്യാംലാലിന്റെ ടോട്ടൽ മാർക്സ് 93 out of 100. ശ്യാംലാൽ എന്താ മാർക്സ്! മനോഹരമായി പാടി, മനോഹരമായിട്ട് കുറേ കാര്യങ്ങള് അമ്മയും ശ്യാംലാലും ഒക്കെ നമ്മുടെ കൂടെ ഷെയർ ചെയ്തു. പിന്നെ ഇനി മനോഹരമായിട്ട് ഞാനൊരു ഗിഫ്റ്റും കൂടെ തരട്ടെ. ശ്യാംലാൽ, ഓൾ ദി ബെസ്റ്റ്. ഇനി അടുത്ത റൗണ്ടിൽ നന്നായിട്ട് പെർഫോം ചെയ്യണം. തീർച്ചയായിട്ടും. ശ്യാംലാലിന്റെ ഈ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് H2O കാഷ്വൽ ഷർട്ട്സ്.